ഹായ്, എല്ലാവർക്കും സ്വാഗതം പാറൂസ് ഡ്രീം ലാൻഡിലേക്ക്. അപ്പൊ നമ്മൾ ഇത് ചെയ്യുന്നത് കമലദളം മൂവിയിലെ സുമുഹൂർത്തമായി എന്ന സോങ്ങിന്റെ ട്യൂട്ടോറിയലാണ്. അപ്പൊ ഞാൻ അതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന സ്റ്റെപ്സുകളുടെ ട്യൂട്ടോറിയലാണ് ഇന്നിവിടെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോങ്ങിന്റെ സ്റ്റാർട്ടിങ് വരുന്നത് സുമുഹൂർത്തമായി സ്വസ്തി എന്നുള്ള ആ ഒരു ലൈൻസ് ആണ് വരുന്നത്. പക്ഷെ ഞാനത് ചെയ്തിട്ടില്ല. ഞാൻ ആ ഒരു മ്യൂസിക് പോർഷൻ ഉണ്ടല്ലോ, അത് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കിയാൽ മതി. അപ്പൊ മനസ്സിലാവും എവിടെ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഏത് ലൈൻസിന് ഏത് സ്റ്റെപ്പാണ് വരുന്നത്, ഏത് മ്യൂസിക്കിന്റെ പോർഷനിൽ ഏത് സ്റ്റെപ്പാണ് വരുന്നത് ഒക്കെ നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ ഈ ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യാനായിട്ട് മാത്രമായിട്ട് ചെയ്തൊരു വീഡിയോ ആണിത്. അതുകൊണ്ട് അത്രയൊരു പെർഫെക്ഷനും കാര്യങ്ങളൊന്നും അതിലില്ല. പെട്ടെന്ന് എടുത്ത വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പൊ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് നോക്കാം. ഇങ്ങനെ നിൽക്കുക, അരമണ്ഡലത്തിൽ നിൽക്കുക. എന്നിട്ട് നമ്മുടെ റൈറ്റ് ഹാൻഡിൽ നമ്മൾ ഇതാ ഇങ്ങനെ 3 വിരലുകൾ ഇങ്ങനെ മടക്കിയിട്ട് പിടിക്കുക. അതുപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡിലും അതുപോലെ തന്നെ ചെയ്യുക. എന്നിട്ട് റൈറ്റ് ഹാൻഡ് നമ്മുടെ നെഞ്ചിന് നേരെ ഇവിടെയായിട്ട് പിടിക്കുക. ലെഫ്റ്റ് ഹാൻഡ് തലയ്ക്ക് മുകളിൽ ഇങ്ങനെ പിടിക്കുക. അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ റൈറ്റ് കാല് കോർണറിലേക്ക്, സൈഡിലേക്കല്ല, ജസ്റ്റ് ഒന്ന് കോർണറിലേക്ക് ഇങ്ങനെ എടുത്ത് വെക്കുക, മടമ്പിൽ കുത്തി വെക്കുക. എന്നിട്ട് ലെഫ്റ്റ് കാല് ചവിട്ടുക. എന്നിട്ട് റൈറ്റ് കാല് തിരികെ എടുത്തുകൊണ്ട് വന്ന് വെക്കുക. അപ്പൊ കൈയും കാലും നമുക്ക് ഒരുമിച്ച് എങ്ങനെയാണെന്ന് നോക്കാം. കൈയും കാലും ഒരുമിച്ച് വരുമ്പോൾ 1 2 3 വരും. അത് കുറച്ച് സ്പീഡിലാണ് വരുന്നത്. 1 2 3 ഇങ്ങനെ കുറച്ച് സ്പീഡിൽ ആണ് ഇത് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾ ആദ്യം മെല്ലെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക, പിന്നെ സ്പീഡ് കൂട്ടിക്കൊണ്ടുവരിക. അപ്പൊ അതിനുശേഷം വരുന്ന സ്റ്റെപ്പാണ് ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ ഈ കൈ എടുത്ത് ഇവിടെ വെക്കുക. 2 കൈയും നെഞ്ചിന് നേരെ കൊണ്ടുവരിക. എന്നിട്ട് നമ്മുടെ റൈറ്റ് ഹാൻഡ് മുകളിലേക്ക് ഉയർത്തുക. എന്നിട്ട് സൈഡിലേക്ക് കൊണ്ടുപോവുക. വീണ്ടും മുകളിലേക്ക് ഉയർത്തുക, തിരിച്ചു കൊണ്ടുവരിക. അപ്പൊ അതിന്റെ കാലിന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ റൈറ്റ് കാല് റൈറ്റ് സൈഡിലേക്ക് എടുത്ത് വെക്കുക. ലെഫ്റ്റ് കാല് അതിന്റെ ബാക്കിലായിട്ട് വിരലുകളിൽ കുത്തിയിട്ട് വെക്കുക. വിരലുകളിൽ കുത്തിയിട്ട് വെക്കുക. എന്നിട്ട് പിന്നെ തിരിച്ച് അരമണ്ഡലത്തിലേക്ക് തന്നെ വരിക. 1 2 3 4 ഇങ്ങനെ വരും. അപ്പൊ ജസ്റ്റ് ആ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ ഇങ്ങനെ അരമണ്ഡലത്തിലല്ലേ ഉണ്ടാവുക, ഈ രീതിയിലാണ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ 2 കൈകളും താഴേക്ക് കൊണ്ടുപോവുക. താഴേക്ക് കൊണ്ടുപോകുമ്പോൾ കൈകൾ ഇങ്ങനെ പിടിക്കുക. താഴേക്ക് കൊണ്ടുപോവുക, തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടുവന്ന് വെക്കുക. മുകളിലേക്ക് കൊണ്ടുപോവുക, തിരിച്ചു കൊണ്ടുവരിക. അപ്പൊ നമ്മൾ കാലുകൾ എങ്ങനെ വേണം, കാലുകൾ ജസ്റ്റ് ഇങ്ങനെ ഉയർത്തി കൊടുക്കുക. വിരലുകളിൽ നിൽക്കുക. എന്നിട്ട് ഇങ്ങനെ ഉയർത്തി കൊടുക്കുക. 1 2 3 4 ഇങ്ങനെ ചെയ്യാം. കൈകൾ താഴ്ത്തു പോകുമ്പോൾ നമ്മൾ താഴ്ത്തു നോക്കുക. അപ്പൊ കാലുകൾ ഇങ്ങനെ ഉയർത്തുക. പിന്നെ തിരിച്ചു വരുമ്പോൾ കാലുകൾ താഴ്ത്തി വെക്കുക. അപ്പൊ നമ്മൾ ഫ്രണ്ടിലോട്ട് നോക്കുക. പിന്നെ മുകളിലോട്ട് പോകുമ്പോൾ വീണ്ടും കാല് ഉയർത്തുക. തിരിച്ചു വരുമ്പോൾ കാല് താഴ്ത്തി വെക്കുക, ഫ്രണ്ടിലോട്ട് നോക്കുക. അപ്പൊ നമ്മൾ ലൈൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ എന്താണ്, ത്രയംബകം വില്ലൊടിയും. അപ്പൊ അത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രീരാമനെ കാണിക്കണം. അപ്പൊ ശ്രീരാമനെ കാണിക്കുമ്പോൾ നമ്മൾ കയ്യില് ഇങ്ങനെ പിടിക്കുക. ലെഫ്റ്റ് ഹാൻഡില് ഈ വിരലുകൾ ഒക്കെ ഇങ്ങനെ മടക്കിയിട്ട് ഈ തള്ള വിരൽ മാത്രം ഇങ്ങനെ ഉയർത്തി കാണിക്കുക. ഇങ്ങനെ പിടിക്കുക. അപ്പോൾ റൈറ്റ് ഹാൻഡിൽ ചെയ്യേണ്ടത് ജസ്റ്റ് ഈ 2 വിരൽ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഈ 3ാമത്തെ വിരലുകൾ ഇങ്ങനെ മടക്കി പിടിക്കുക. അപ്പൊ ബാക്കിയുള്ള 2 വിരലും ഇങ്ങനെ ഉണ്ടാവും. മനസ്സിലായോ? ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഇവിടുന്ന് ഇങ്ങനെ ചെയ്യാം. ഇവിടുന്ന് ജസ്റ്റ് ഇങ്ങനെ കാണിക്കുക. ജസ്റ്റ് ഇങ്ങനെ കാണിച്ചിട്ട് ഇതിങ്ങനെ ഉയർത്തി കൊണ്ടുവരിക. നമ്മുടെ തലയുടെ മുകളിലായിട്ട് ഉയർത്തി കൊണ്ടുവരിക. ഈ കൈ നമ്മുടെ റൈറ്റ് ഹാൻഡ് ഇവിടെ വെക്കുക. അപ്പൊ ജസ്റ്റ് ത്രയംബകം വില്ലൊടിയും. വിരലുകളിൽ ജസ്റ്റ് ബാക്കിലോട്ട് പോവുക. ഇങ്ങനെ വിരലുകളിൽ ബാക്കിലേക്ക് നടക്കുക. കുറച്ച് സ്പീഡിൽ നടക്കുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മംഗളദുന്ദുബീനാദവുമായി. അപ്പൊ മംഗളദുന്ദുബി എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കൈ 2ഉം ഇങ്ങനെ പിടിക്കുക. ഇവിടെയായിട്ട് ഇങ്ങനെ പിടിക്കുക. കുറച്ചിങ്ങനെ അകത്തി പിടിക്കുക. ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ മതി. ജസ്റ്റ് ഇങ്ങനെ ചെണ്ട കൊട്ടുന്ന പോലെ ജസ്റ്റ് 1 2 എന്ന് കാണിക്കുക. അപ്പൊ നമ്മൾ കാലുകൾ ചെയ്യേണ്ടത് ആദ്യം റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ റൈറ്റ് കാൽ ഇങ്ങനെ വെക്കുക. ലെഫ്റ്റ് കാൽ അതിന്റെ ബാക്കിൽ വിരലുകളിൽ കുത്തി വെക്കുക. എന്നിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞ് നിൽക്കുക. പിന്നെ നമ്മൾ ലെഫ്റ്റ് കാലത്ത് ലെഫ്റ്റ് സൈഡിൽ വെക്കുക. റൈറ്റ് കാൽ അതിന്റെ ബാക്കിലായിട്ട് വെക്കുക. എന്നിട്ട് ചെറുതായിട്ട് റൈറ്റ് സൈഡിലേക്ക് ഒന്ന് ചെരിയാം. എങ്ങനെയാണ്, മംഗളദുന്ദുബി. പിന്നെ
നാദവുമായി എന്ന് പറഞ്ഞിട്ട് 2 തവണ മുന്നിലേക്കൊന്ന് നടക്കുക. അപ്പോ അത് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇതാ ഇങ്ങനെ പിടിക്കുക. ഈ 3 വിരൽ മടക്കി 2 വിരൽ ഇങ്ങനെ ഉയർത്തി പിടിക്കുക. അതുപോലെ തന്നെയാണ് ലെഫ്റ്റ് ഹാൻഡിൽ അതുപോലെ തന്നെ ചെയ്യുക. എന്നിട്ട് റൈറ്റ് ഹാൻഡ് നമ്മളെ ഇവിടെ വെക്കുക, ലെഫ്റ്റ് ഹാൻഡ് തിരിച്ചു വെക്കുക. റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് സൈഡിലേക്കും ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് സൈഡിലേക്കും ആയിട്ട് തിരിച്ചു വെക്കുക. എന്നിട്ട് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് അങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് 2 തവണ മുന്നിലേക്ക് നടക്കുക. 1 2. പിന്നെ ഉള്ളത് മിഥിലാപുരിയിലെ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കൈകളുണ്ടല്ലോ ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് തലയുടെ മുകളിലായിട്ട് ഇങ്ങനെ പിടിക്കുക. അപ്പൊ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് നമ്മൾ ഇങ്ങനെ വെക്കുക, ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ മതി. റൈറ്റ് ഹാൻഡിൽ ഇങ്ങനെ പിടിക്കുക, തലയുടെ മുകളിൽ എത്തുമ്പോൾ ഇങ്ങനെ പിടിക്കുക. അത് ഈ മോതിര വിരൽ മാത്രം നമ്മൾ ഇങ്ങനെ മടക്കി പിടിക്കുക. ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് കൈകൾ ഇങ്ങനെ തിരിച്ചു വയ്ക്കുക. അപ്പൊ നമ്മൾ കാലുകൾ എന്ന് പറയുന്നത് റൈറ്റ് കാലുണ്ടല്ലോ വിരലുകളിൽ കുത്തിയിട്ട് ലെഫ്റ്റ് കാലിനോട് ഇങ്ങനെ ചേർത്ത് വെക്കുക. റൈറ്റ് കാല് വിരലുകളിൽ കുത്തി റൈറ്റ് കാലിന്റെ മടമ്പ് ലെഫ്റ്റ് കാലിനോട് ഇങ്ങനെ ചേർത്ത് നിർത്തുക. അങ്ങനെയാണ് വെക്കേണ്ടത്. മിഥിലാപുരിയിലെ പിന്നെ മൺകിടാവിന് ജസ്റ്റ് പിന്നെ മൺകിടാവിന് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ കൈ ഇങ്ങനെ ചെയ്താൽ മതി. ജസ്റ്റ് ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് നേരത്തെ കാണിച്ചില്ലേ ആ ഒരു മുദ്ര പിടിക്കുക. ഈ ഒരു മുദ്ര ഞാൻ കാണിച്ചില്ലേ നേരത്തെ, അങ്ങനെ പിടിക്കുക. ജസ്റ്റ് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ പിടിക്കുക. അപ്പൊ നമ്മള് ജസ്റ്റ് ഈ ഒരു ഹിപ്പ് ജസ്റ്റ് ഇങ്ങനെ ഒന്നിങ്ങനെ തിരിക്കാൻ പറ്റിയ നല്ലത്. അതായത് നമ്മുടെ ഈ കാലുണ്ടല്ലോ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തിരിച്ചു കൊണ്ടുവന്നാൽ മതി. മൺകിടാവിന് പിന്നെ രാജകലയുടെ. അപ്പൊ അത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ജസ്റ്റ് റൈറ്റ് കാല് റൈറ്റ് സൈഡിലേക്ക് വെക്കുക. എന്നിട്ട് ലെഫ്റ്റ് കാല് ഇങ്ങനെ വിരലുകളിൽ കുത്തിയിട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മുടെ ലെഫ്റ്റ് കൈ ഇവിടെ നമ്മുടെ മുട്ടിന് മുകളിലായിട്ട് ഇങ്ങനെ പിടിക്കുക. റൈറ്റ് കൈയിൽ ഇതാ നേരത്തെ പിടിച്ചില്ലേ അതുപോലെ പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ രാജകലയുടെ പിന്നെ മാമാങ്കമേകിയ ജസ്റ്റ് ഇവിടെ നിന്നെടുക്കുന്ന ജസ്റ്റ് ഈ കൈ ലെഫ്റ്റ് കൈ ഇങ്ങനെ കുറച്ച് മുന്നിലായിട്ട് പിടിക്കുക, റൈറ്റ് കൈ അതിന് കുറച്ച് ബാക്കിലായിട്ട് പിടിക്കുക. എന്നിട്ട് 1 2 ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അനക്കി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ കാണിക്കുക. അപ്പൊ ഇങ്ങനെ കാണിക്കുമ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ ലെഫ്റ്റ് കാല് ഇങ്ങനെ സൈഡിലേക്ക് നീക്കി വെക്കുക. എന്നിട്ട് റൈറ്റ് കാല് അതിന്റെ ബാക്കിലായിട്ട് ഇങ്ങനെ കുത്തി വെക്കുക. എന്നിട്ട് ഇങ്ങനെ കാണിക്കുക, അല്ലെങ്കിൽ ബാക്കിൽ വെച്ചാലും മതി. എന്നിട്ട് ഇങ്ങനെ കാണിക്കുക. അതെങ്ങനെ വേണമെങ്കിലും വെക്കാം. നമ്മുടെ ബോഡി ബാക്കിലോട്ടൊന്ന് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇങ്ങനെ ചെയ്യാം. ജസ്റ്റ് നമ്മളിങ്ങനെ നോക്കുക. മാമാങ്കമേകിയ പിന്നെ കോസല ജസ്റ്റ് നേരത്തെ കാണിച്ചില്ലേ അതുപോലെ തന്നെ കോസല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഈ റൈറ്റ് കാലുണ്ടല്ലോ മുമ്പിൽ ഇങ്ങനെ ക്രോസ് ചെയ്ത് വെക്കുക. വിരലുകളിൽ കുത്തിയിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്ത് വെക്കുക. പിന്നെ കോസല രാജകുമാര എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് കറങ്ങണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഈ റൈറ്റ് കാല് റൈറ്റ് കോർണറിലേക്ക് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറങ്ങി വരിക. ഒന്നുകൂടി കാണിക്കാം. നമ്മുടെ റൈറ്റ് കാല് ലെഫ്റ്റ് കോർണറിലേക്ക് നീട്ടുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറങ്ങാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ നമ്മുടെ റൈറ്റ് കാല് ബാക്കിൽ ഇങ്ങനെ കുത്തി നിർത്തിയിട്ടുണ്ടാവും, വിരലുകളിൽ കുത്തിയിട്ട് നിൽപ്പുണ്ടാവും. ഇങ്ങനെയല്ലേ നമ്മൾ കൈ വെച്ചിട്ടുണ്ടായി. അതുപോലെ തന്നെയാണ് കൈ ഉണ്ടാവുക. ജസ്റ്റ് നമ്മളിങ്ങനെ കറങ്ങുമ്പോൾ കൈ ഇങ്ങനെ തന്നെ ഉണ്ടാവും. അതിനുശേഷം വരുന്നതാണ് സുമുഹൂർത്തമായി സ്വസ്തി. അപ്പൊ ആ ഒരു പോർഷൻ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് കറങ്ങിയിട്ട് വന്നിട്ട് ഇങ്ങനെ നിന്നിട്ടാണ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 2 കൈയും ഇവിടുന്ന് ഇങ്ങനെ എടുത്ത് തൊഴുത് ഇങ്ങനെ പിടിക്കുക. അപ്പൊ കാല് മാറ്റണമെന്നൊന്നുമില്ല, അങ്ങനെ തന്നെ വെച്ചാൽ മതി. അല്ല ജസ്റ്റ് നമുക്ക് ജസ്റ്റ് 2 കാലും ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ട് നിൽക്കാം. എന്നിട്ട് ഇങ്ങനെ തൊഴുത് പിടിക്കുക. എന്നിട്ട് അവിടെ ഒരു മ്യൂസിക് പോർഷൻ ഉണ്ട് ചെറുതായിട്ട്. അപ്പൊ അത് സ്പീഡിൽ നമ്മൾ കളിക്കണം. സുമുഹൂർത്തമായി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ 2 സ്റ്റെപ്പ് സ്പീഡിൽ കളിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കണം. ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിന്റെ ലിങ്ക്. അപ്പൊ ചെറിയ ചെറിയ മ്യൂസിക് പോർഷൻസ് വരുന്നുണ്ട്, അത് സ്പീഡിലാണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് സ്റ്റെപ്പ് നോക്കുമ്പോൾ ഏത് മ്യൂസിക്കിലാണ് സ്റ്റെപ്പ് വരുന്നതെന്ന് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കണം. നമ്മുടെ കാലിന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് 1 2 3 4 ആണ്. എങ്ങനെയാണ്? ജസ്റ്റ് ആദ്യം റൈറ്റ് കാല് ചവിട്ടി, പിന്നെ കുറച്ച് അകലത്തിൽ വെച്ച് ഒന്നുകൂടി ഒന്ന് ചവിട്ടുക. അതിനുശേഷം നമ്മുടെ
ലെഫ്റ്റ് കാല് അതിന്റെ ബാക്കിലായിട്ട് വിരലുകളിൽ കുത്തിയിട്ട് വെക്കുക. എന്നിട്ട് റൈറ്റ് കാല് ഒന്നുകൂടി ചവിട്ടുക. എങ്ങനെയാണ്? 1 2 3 4. അതിനുശേഷം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ചെയ്യണം. അപ്പൊ 1 2 3 4. അങ്ങനെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ആക്കിയിട്ട് തൊഴുത് പിടിച്ചിട്ട് ആ ഒരു സ്റ്റെപ്പ് ചെയ്യാം. അതിനുശേഷമാണ് സ്വസ്തി. അപ്പൊ സ്വസ്തി എന്ന് കാണിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ നമ്മൾ ഇങ്ങനെ വന്നില്ലേ, ഇങ്ങനെ വന്നതിന് ശേഷം നമ്മൾ റൈറ്റ് കാല് റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ എടുത്ത് വെക്കുക. എന്നിട്ട് ലെഫ്റ്റ് കാല് ഉയർത്തിയിട്ട് ഇങ്ങനെ വെക്കുക. ലെഫ്റ്റ് കാല് നമ്മുടെ റൈറ്റ് കാലിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ തൊഴുത് പിടിച്ചിട്ട് തന്നെയാണ് ഉണ്ടാവുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുക. അതിനുശേഷം നമ്മൾ ലെഫ്റ്റ് കാല് ഇവിടെ വെക്കുക, റൈറ്റ് കാല് അതിന്റെ സൈഡിലായിട്ട് ഉയർത്തി വെക്കുക. എന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് നോക്കുക. ഇങ്ങനെയാണ് 1 2 ഇങ്ങനെ വരും. അതിനുശേഷം നമ്മൾ കാല് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ജസ്റ്റ് ബാക്കിലോട്ട് ഇങ്ങനെ പോവുക, തൊഴുത് പിടിക്കുക. എന്നിട്ട് ബാക്കിലോട്ട് ചെറുതായിട്ട് നടന്നു പോവുക ബാക്കിലോട്ട്. അപ്പൊ നെക്സ്റ്റ് വരുന്നത് മ്യൂസിക് പോർഷൻ ആണ്. കുറച്ച് ലെങ്ത് ആയിട്ട് ഇനി മ്യൂസിക്സ് വരുന്നുണ്ട്. നമ്മുടെ രണ്ട് കൈയും ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് അതിനെ ഇങ്ങനെ തിരിച്ചു പിടിക്കുക, തിരിച്ച് താഴേക്ക് പിടിക്കുക. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. എന്നിട്ട് നമ്മൾ അരമണ്ഡലത്തിൽ ഇരുന്നിട്ട് ജസ്റ്റ് 1 2 3 1 2 3 ചെയ്യാം. അത് കാലിന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് 1 2 3 1 2 3. അതായത് ജസ്റ്റ് നീട്ടി വെക്കേണ്ട, ജസ്റ്റ് ചെറുതായിട്ട് ഇവിടെ നിന്ന് ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ വെച്ചാൽ മതി. 1 പിന്നെ ലെഫ്റ്റ് കാൽ ചവിട്ടാം, 2 പിന്നെ 3. അതുപോലെ ലെഫ്റ്റിലും ചെയ്യാം. അപ്പൊ കൈ എങ്ങനെ ചെയ്യണം? നമ്മൾ ആദ്യം റൈറ്റ് സൈഡിൽ ചെയ്യാം. റൈറ്റ് സൈഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് 1 2 3. അപ്പൊ ജസ്റ്റ് നമ്മൾ കൈകളിലേക്ക് ഇങ്ങനെ നോക്കുക. പിന്നെ ലെഫ്റ്റ് സൈഡ് ചെയ്യുമ്പോൾ 1 2 3. ജസ്റ്റ് ഒന്ന് അതിനെ ഇങ്ങനെ തിരിച്ചു കൊടുക്കുക, കൈ ഒന്ന് തിരിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പൊ ഞാനിത് എന്താ പറയാ, ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. എല്ലാ സ്റ്റെപ്സുകളും ഇതിൽ സ്പീഡാണ്. അപ്പൊ നിങ്ങൾ എല്ലാ സ്റ്റെപ്സുകളും മെല്ലെ 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 ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. പിന്നീട് സ്പീഡ് കൂട്ടി കൊണ്ടുവരിക. പിന്നെ ഈ സ്റ്റെപ്സുകളുടെ സ്പീഡ് കണ്ടിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യാതിരിക്കരുത്. കാരണം നിങ്ങൾ ഒരു എന്താ പറയാ, ഒരു 2 ദിവസം ഒന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇത് എളുപ്പമായിട്ട് തോന്നും. അപ്പൊ ഞാൻ കാണിച്ചു തരാം. 1 2 3 1 2 3. അപ്പൊ നമ്മൾ മെല്ലെ ചെയ്യാം. 1 2 3 1 2 3 ഇങ്ങനെ മെല്ലെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാകുമ്പോൾ ജസ്റ്റ് ഈ കൈകൾ രണ്ടും മുകളിൽ കൊണ്ടുവന്നിട്ട്, തലയുടെ മുകളിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ക്രോസ് ചെയ്തിട്ട് തലയുടെ മുകളിലായിട്ട് പിടിക്കുക. അപ്പൊ നമ്മൾ കാലുകൾ നേരത്തെ വെച്ചില്ലേ, ലെഫ്റ്റ് കാലിനോട് റൈറ്റ് കാല് ചേർത്ത് വിരൽ കുത്തി വെച്ചില്ലേ, അതുപോലെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെക്കുക. എന്നിട്ട് ചെറിയൊരു പോസിൽ ഇങ്ങനെയൊന്ന് നിൽക്കുക. അതിനുശേഷം വരുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് രണ്ട് കൈകളും ഇവിടെ കൊണ്ടുവരിക. എന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ വെക്കാം. റൈറ്റ് സൈഡിൽ ചെയ്യുമ്പോൾ റൈറ്റ് കൈ മുകളില്, ലെഫ്റ്റ് കൈ താഴെയായിട്ട് പിടിക്കുക. അപ്പൊ റൈറ്റ് കൈയിലും ലെഫ്റ്റ് കൈയിലും നമ്മൾ നേരത്തെ പിടിച്ചില്ലേ, അതുപോലെ പിടിക്കുക. എന്നിട്ട് നമ്മൾ റൈറ്റിലേക്ക് നോക്കുക, റൈറ്റ് കൈയിലേക്ക് നോക്കുക. അപ്പൊ നമ്മളെ റൈറ്റ് കാല് നമ്മൾ ലെഫ്റ്റ് കാലിന്റെ ബാക്കിലായിട്ട് വിരലിൽ കുത്തി വെക്കണം. എങ്ങനെയാണ്? 1 2 പിന്നെ 3 4. പിന്നെ അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും ചെയ്യാം. ലെഫ്റ്റ് സൈഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് കൈ മുകളിൽ, റൈറ്റ് കൈ താഴെ. അപ്പൊ ലെഫ്റ്റ് കാല് നമ്മുടെ റൈറ്റ് കാലിന്റെ ബാക്കിലായിട്ട് വെക്കുക. അപ്പൊ അത് 1 2 3 4 ചെയ്യണം. എങ്ങനെയാണ്? 1 2 3 4. അപ്പൊ അത് 4 തവണ ചെയ്യാനുണ്ട്. അതിനുശേഷം വരുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് എന്താ പറയാ, നമ്മള് ലെഫ്റ്റ് കൈ ഉണ്ടല്ലോ ഇങ്ങനെ വെക്കുക, ജസ്റ്റ് ഇങ്ങനെ വെക്കുക. റൈറ്റ് കൈയും അതുപോലെ തന്നെ ഇങ്ങനെ വെക്കുക, നമ്മുടെ നെഞ്ചിന് നേരെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് 1 2 3 4. പിന്നെ അതിനുശേഷം നമ്മൾ റൈറ്റ് കൈ ഇവിടെ വെക്കുക, ലെഫ്റ്റ് കൈ നെഞ്ചിന് നേരെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് 1 2 3 4 ഇങ്ങനെ ചെയ്യാം. അപ്പൊ കാലുകൾ വരുന്നത് നേരത്തെ നമ്മൾ ചെയ്തില്ലേ, എന്താ പറയാ, ഇങ്ങനെ പോയപ്പോ ചെയ്തില്ലേ, അതേ സ്റ്റെപ്പ് തന്നെയാണ് കാലിന് വരുന്നത്. 1 2 3 4 1 2 3 4 എന്ന് വരും. അപ്പൊ അത് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇതാ 1 2 3 4. അതായത് നമ്മൾ കാലുകളിൽ 4 സ്റ്റെപ്പ് ചെയ്യുന്നുണ്ട്.
1 2 3 4 ചെയ്യുന്നുണ്ട്. പക്ഷെ കൈകളിൽ 1 2 മാത്രമാണ്. പിന്നീട് നമ്മൾ ലെഫ്റ്റ് കാല് ചെയ്യുമ്പോഴാണ് നമ്മൾ കൈ തിരിച്ച് ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പൊ 1 2 3 4 ഇങ്ങനെ വരും. കാലുകളിൽ റൈറ്റ് സൈഡിലേക്ക് 1 2 3 4 ചെയ്യുമ്പോൾ കൈ 1 2 ആണ്. തിരിച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് 1 2 3 4 ചെയ്യുമ്പോഴാണ് നെക്സ്റ്റ് 1 2 വരുന്നത്. 1 2 3 4 1 2 3 4 അതേപോലെ നമ്മൾ ലെഫ്റ്റ് സൈഡിലും ചെയ്യണം. അതിനുശേഷം നമ്മൾ 1 2 3 4 1 2 3 4. ഓക്കെ, ഇതിന് ശേഷം വരുന്ന സ്റ്റെപ്പ് രണ്ട് കൈയിലും ഇങ്ങനെ പിടിക്കുക. ഈ ഒരു രീതിയിൽ പിടിക്കുക. എന്നിട്ട് ലെഫ്റ്റ് കൈ നമ്മൾ ഇവിടെ ഇങ്ങനെ പിടിക്കുക, സൈഡിലേക്കായിട്ട് ഇങ്ങനെ പിടിക്കുക. റൈറ്റ് കൈ നെഞ്ചിന് നേരെ പിടിക്കുക. എന്നിട്ട് നമ്മൾ അരമണ്ഡലത്തിൽ ഇരിക്കുക. എന്നിട്ട് ജസ്റ്റ് 1 2 3 4 ചെയ്യുക. അതുപോലെ നമ്മൾ അതിനുശേഷം നമ്മുടെ റൈറ്റ് കൈ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് കൈ നെഞ്ചിന് നേരെയായിട്ട് പിടിക്കുക. അതുപോലെ തന്നെ ലെഫ്റ്റ് കൈ കൊണ്ടും ചെയ്യുക. 1 2 3 4. അപ്പൊ നമ്മൾ ഈ കൈ താഴോട്ട് പോകുമ്പോൾ ഇങ്ങനെ പിടിക്കുക. കാലുകൾ എങ്ങനെയാന്ന് മനസ്സിലായല്ലോ, നേരത്തെ ചെയ്തതാണ് കാലുകൾ. അത് ജസ്റ്റ് ഇങ്ങനെ ഉയർത്തുക താഴ്ത്തുക ഉയർത്തുക താഴ്ത്തുക. അതായത് കൈ താഴേക്ക് പോകുമ്പോൾ ഉയർത്തി കൊടുക്കുക, തിരിച്ചു വരുമ്പോൾ താഴ്ത്തി കൊടുക്കുക. രണ്ട് കൈ റൈറ്റിലും രണ്ട് കൈ ലെഫ്റ്റിലും ചെയ്യാനുണ്ട്. പക്ഷെ അതിനിടയ്ക്ക് ഒരു സ്റ്റെപ്പ് ചെയ്യാനുണ്ട്. അതായത് നമ്മൾ റൈറ്റ് കൈയിൽ 1 2 1 2 ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചെയ്യണം. ജസ്റ്റ് നമ്മൾ എന്താ പറയാ, നമ്മുടെ റൈറ്റ് കാല് നമ്മൾ ബാക്കിൽ വിരൽ കുത്തി വെക്കുക. അപ്പൊ നമ്മുടെ ലെഫ്റ്റ് കൈ ജസ്റ്റ് ഇങ്ങനെ ചെയ്യാം. അപ്പൊ നമ്മൾ ആ കൈകളിലോട്ട് നോക്കുക. എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ പിടിക്കുക. അപ്പൊ കാല് തിരിച്ചു കൊണ്ടുവരിക. എങ്ങനെയാണ്? 1 2. മനസ്സിലായോ? 1 2 3 4 5 6. അപ്പൊ നമ്മൾ ഈ കൈ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഈ കൈ ഇവിടെ കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം. 1 2 3 4. പിന്നെ അവിടെയും ആ ഒരു സ്റ്റെപ്പ് ചെയ്യാനുണ്ട്. എങ്ങനെയാണ്? ഇങ്ങനെ ചെയ്യുക, തിരിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുക. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം കളിച്ചില്ലേ, 1 2 3 4 കളിച്ചില്ലേ, ഇത് നമ്മൾ ലെഫ്റ്റിലേക്കും ചെയ്യാം. ലെഫ്റ്റ് കാല് എടുത്ത് വെക്കുക, റൈറ്റ് കാല് ബാക്കിലായിട്ട് വെക്കുക. എന്നിട്ട് തിരിച്ച് ഇങ്ങനെ വെക്കുക. അത് രണ്ട് സൈഡിലേക്കായിട്ടും ചെയ്യാം. ഇങ്ങനെ രണ്ട് സൈഡിലേക്കായിട്ടും ചെയ്യാം. എന്നിട്ട് അതിനുശേഷം നമ്മൾ ഇങ്ങനെ തിരിച്ചു വന്നില്ലേ, അപ്പൊ നമ്മൾ ഇങ്ങനെയല്ലേ ഉണ്ടാവുക, രണ്ട് കൈയും നമ്മൾ ഇവിടെ ഉണ്ടാവുക. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങണം. അപ്പൊ കറങ്ങുമ്പോൾ എന്ത് ചെയ്യാം, ഈ കൈ ഉണ്ടല്ലോ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൊണ്ടുവരിക. നമ്മുടെ റൈറ്റ് കൈ എടുത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൊണ്ടുവരിക. എന്നിട്ട് മുകളിലേക്ക് ഉയർത്തുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറക്കുക. എന്നിട്ട് തിരികെ ഇവിടെ കൊണ്ടുവരിക. അതായത് ആ ജസ്റ്റ് കൈ ഒന്ന് കറങ്ങുന്ന സമയത്ത് നമ്മൾ കൂടി കറങ്ങണം. എങ്ങനെയാണ്? ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറങ്ങി വരിക. ഇങ്ങനെ കൊണ്ടുവരിക, ജസ്റ്റ് ഒന്ന് കറങ്ങി വരിക. അപ്പൊ ഇനിയിപ്പോ വരുന്നത് സ്ലോ ആയിട്ട് ചെയ്യേണ്ട സ്റ്റെപ്സുകളാണ്. എന്താ പറയാ, ആത്മനിവേദനമറിയാതെ. അതെങ്ങനെയാന്ന് നോക്കാം. നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങിയാന്നില്ലേ, കറങ്ങി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ നിന്നില്ലേ, അതുപോലെ ലെഫ്റ്റ് കാലിനോട് റൈറ്റ് കാലിൽ ചേർത്ത് ഇങ്ങനെ നിർത്തുക. എന്നിട്ട് ജസ്റ്റ് രണ്ട് കൈയിലും ഇങ്ങനെ പിടിക്കാം. ഈ രണ്ട് വിരല് ഇങ്ങനെ മടക്കി പിടിക്കുക. എന്നിട്ട് റൈറ്റ് കൈ നമ്മൾ മുകളിലായിട്ട് ഇങ്ങനെ പിടിക്കുക, ലെഫ്റ്റ് കൈ താഴായിട്ട് പിടിക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ അനക്കി കൊടുക്കുക. ആത്മനിവേദനമറിയാതെ. ജസ്റ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിയിട്ട് രണ്ട് കൈ ഇങ്ങനെ കാണിക്കുക. ലെഫ്റ്റ് കൈ കുറച്ച് മുന്നിലായിട്ട് പിടിക്കുക, റൈറ്റ് കൈ കുറച്ച് ബാക്കിലായിട്ട് പിടിക്കുക. എന്നിട്ട് അറിയാതെ എന്ന് കാണിക്കുക. എന്നിട്ട് എന്തിനും ചോദിക്കുക. ലെഫ്റ്റ് സൈഡിൽ നോക്കിയിട്ടൊന്ന് ചോദിക്കുക, എന്തിനും. പിന്നെ മോതിരം അഴിച്ച് വലിച്ചെറിയണ പോലെ കാണിക്കുക. മുദ്രാങ്കുലി, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മോതിരത്തിലേക്ക് നോക്കാം. മുദ്രാങ്കുലിയം വലിച്ചെറിഞ്ഞു. അപ്പൊ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, കാലൊന്ന് മാറ്റി വെക്കുക. ജസ്റ്റ് കൈ ഇങ്ങനെ ചെയ്യുമ്പോൾ കാല് നമ്മൾ റൈറ്റ് കാലെടുത്ത് വെച്ച് ലെഫ്റ്റ് കാല് ഇങ്ങനെ കുത്തി വെക്കുക, വിരല് കുത്തി വെക്കുക. ജസ്റ്റ്
ഇങ്ങനെ ചെയ്യാം. മുദ്രാങ്കുലിയും വലിച്ചെറിഞ്ഞു. അപ്പൊ റൈറ്റ് കൈ മുമ്പിലായിട്ടും ലെഫ്റ്റ് കൈ അതിന് ബാക്കിലായിട്ടും പിടിക്കാം. പിന്നെ വീണ്ടും ആത്മനിവേദന ലൈൻസ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ രണ്ട് കൈകൾ ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പിടിക്കുക, ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ താഴേക്കും ഇങ്ങനെ പിടിക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പൊ കാലുകൾ ജസ്റ്റ് നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് വന്ന് റൈറ്റ് കാലിങ്ങനെ കുത്തിവെക്കുക. എന്നിട്ട് വീണ്ടും ആത്മനിവേദനമറി സെയിം സ്റ്റെപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്യാം. അറിയാതെ എന്തിനൻ മുദ്രാങ്കുലിയും വലിച്ചെറിഞ്ഞു. പിന്നെ രാജചൂടാമണി, പിന്നെ രാജ എന്ന് കാണിക്കുക. നേരത്തെ കാണിച്ചില്ലേ അതുപോലെ തന്നെ ചൂടാമണി. ചൂടാമണി കാണിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഈ രണ്ട് വിരല് ഇങ്ങനെ മടക്കി പിടിക്കുക. എന്നിട്ട് ഈ ഇങ്ങനെ കാണിക്കുക. ചൂടാ ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ കാണിക്കുക. ചൂടാമണി ജസ്റ്റ് ഈ രണ്ട് കൈയിലും ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് റൈറ്റ് കൈ മുകളിലായിട്ട് പിടിക്കുക, ലെഫ്റ്റ് കൈ താഴെയായിട്ട് പിടിക്കുക. അപ്പൊ കാലുകൾ നേരത്തെ വെച്ച പോലെ തന്നെ വിളിക്കുക. ജസ്റ്റ് വീണ്ടും പതിച്ചു വെച്ചു. ജസ്റ്റ് പതിച്ചു വെച്ചു എന്ന് കാണിക്കുമ്പോ എന്ത് ചെയ്യാ, നമ്മുടെ റൈറ്റ് കാലെടുത്തിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് മുമ്പിൽ വെക്കുക. വിരലുകളിൽ കുത്തിയിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് വിരലുകളിൽ കുത്തിയിട്ട് വെക്കുക. അപ്പൊ നമ്മൾ ലെഫ്റ്റ് കൈ ഇങ്ങനെ വെക്കുക, ഇങ്ങനെ മുകളിലേക്ക് തിരിച്ചു വെക്കുക. റൈറ്റ് കൈയിൽ ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ വെക്കുക. പതിച്ചു വെച്ചു. പിന്നെ കുശലരാജ, പിന്നെ നേരത്തെ കാണിച്ചില്ല അതുപോലെ കുശലരാജ കുമാര. ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് അതിനുശേഷം എന്ത് ചെയ്യുക, കൈകള് ഇങ്ങനെ ബാക്കിലോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ നമ്മുടെ റൈറ്റ് കാലും എടുത്തിട്ട് ബാക്കിൽ വെക്കുക. കുറച്ച് അടുപ്പിച്ച് വെക്കാതെ കുറച്ച് ബാക്കിലായിട്ട് വെക്കുക, വിരകളിൽ കുത്തിയിട്ട്. എന്നിട്ട് ഈ കൈ ഉണ്ടല്ലോ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ വെക്കുക, നമ്മുടെ ഷോൾഡറിന്റെ മുകളിലായിട്ട് വെക്കുക. എന്നിട്ട് ജസ്റ്റ് നമ്മൾ എന്താ ചെയ്യാം, ഈ കൈകളിലേക്ക് ഇങ്ങനെ നോക്കുക. അതിനുശേഷം വരുന്നത് ജസ്റ്റ് എന്താ പറയാ, ഒരു മോഹിനിയാട്ടം ടച്ച് വരുന്ന സ്റ്റെപ്സുകളാണ് വരുന്നത്. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് കാലുകളും കുറച്ച് അകലത്തിൽ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ രണ്ട് കൈകളും ഇങ്ങനെ പിടിക്കുക. ലെഫ്റ്റ് കൈ നമ്മുടെ നേരെ തിരിച്ചു പിടിക്കുക, റൈറ്റ് കൈ അങ്ങോട്ട് തിരിച്ചു വെക്കുക. ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, 1 2 3 4 5 6. ആദ്യം നമ്മൾ റൈറ്റ് കാല് ലെഫ്റ്റ് സൈഡിലേക്ക് പൊക്കുക. അപ്പൊ എന്താ പറയാ, നമ്മുടെ രണ്ട് കൈകളും ഇവിടെ വെച്ചെടുക്കുന്ന ജസ്റ്റ് ഇങ്ങനെ കാണിക്കുക. എന്നിട്ട് തിരിച്ച് ഇങ്ങനെ കൊണ്ടുവരിക, പിന്നെ തിരിച്ചു വരിക. ഇങ്ങനെ ചെയ്യുക. നമ്മൾ ആദ്യം പിടിച്ച പോലെ ചെയ്യുക. എന്നിട്ട് രണ്ട് കൈകളും തിരിച്ചു കൊണ്ടുവരിക. അതായത് ലെഫ്റ്റ് കൈ അങ്ങോട്ട് തിരിച്ചു വെക്കുക, റൈറ്റ് കൈ ഇങ്ങോട്ടേക്ക് തിരിച്ചു വെക്കുക. 1 2. പിന്നെ വീണ്ടും ലെഫ്റ്റ് സൈഡിൽ ചെയ്യുക, അതുപോലെ 1 2 ഇങ്ങനെ ചെയ്യാം. അതിനുശേഷം വരുന്നതും അതുപോലെ തന്നെ ജസ്റ്റ് ഇങ്ങനെ ചെയ്തതിന് ശേഷം വീണ്ടും കാലുകൾ ഉയർത്തുക, എന്നിട്ട് ഇങ്ങനെ വെക്കുക. അതെങ്ങനെ ചെയ്യണം, ജസ്റ്റ് നമ്മൾ കാലുകൾ ഉയർത്തുമ്പോൾ ഈ കൈകൾ രണ്ടും ഈ ഒരു സൈഡിലേക്ക് കൊണ്ടുപോവുക. കൈകൾ രണ്ടും ഇങ്ങനെ ഈ ഒരു സൈഡിലേക്ക് കൊണ്ടുപോവുക. അപ്പൊ നമ്മുടെ ലെഫ്റ്റ് കൈ ഇങ്ങനെ മറച്ചു പിടിച്ചിട്ടുണ്ടാവണം, റൈറ്റ് കൈ അതിനെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവണം. എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് കാലുകൾ എന്ത് ചെയ്യണം, ഇങ്ങനെ വെക്കണം. റൈറ്റ് കാല് നമ്മൾ മടമ്പിൽ കുത്തി വെക്കുക. അപ്പൊ നമ്മുടെ റൈറ്റ് കൈ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കുക, മുകളിലേക്ക് തിരിച്ചു വെക്കുക. ലെഫ്റ്റ് കൈ ഇങ്ങനെ വെക്കുക, താഴേക്ക് തിരിച്ചു വെക്കുക. എന്നിട്ട് ഇങ്ങനെ നിൽക്കുക, അങ്ങോട്ട് നോക്കിയിട്ട് നിൽക്കുക. നമ്മൾ കൈകൾ ഇങ്ങോട്ട് കൊണ്ടുപോയില്ലേ, ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോ ആ കൈ, അതായത് ലെഫ്റ്റ് കൈ ഇവിടെ തന്നെ വെക്കുക, റൈറ്റ് കൈ മാത്രം തിരിച്ചു കൊണ്ടുവരിക. സിമ്പിൾ ആണ്. അത് കാണുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നതാണ്. സിമ്പിൾ ആണ്. ജസ്റ്റ് നമ്മൾ രണ്ട് കൈ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ലെഫ്റ്റ് കൈ നമ്മൾ തിരിച്ചിട്ട് അവിടെ തന്നെ വെച്ചാൽ മതി. റൈറ്റ് കൈ മാത്രം തിരികെ ഇവിടെ കൊണ്ടുവന്നാൽ മതി. രണ്ട് കൈയും ഒരുമിച്ച് ഇവിടുന്ന് തിരിക്കുക, ലെഫ്റ്റ് കൈ അവിടെ തന്നെ വെക്കുക, റൈറ്റ് കൈ തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ലെഫ്റ്റ് കാല് കൊണ്ട് ചെയ്യുക. അപ്പൊ എന്താ ചെയ്യുക, ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ജസ്റ്റ് തലയൊന്നിങ്ങനെ അനക്കി കൊടുത്തു. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ നമ്മൾ
രണ്ട് കൈകളും ഇങ്ങനെ കൊണ്ടുപോവാ അവിടേക്ക്. അതായത് ലെഫ്റ്റ് കൈ ഈ ഒരു രീതിയിൽ തന്നെ കൊണ്ടുപോവാം, മറച്ചു പിടിച്ചിട്ട് തന്നെ. റൈറ്റ് കൈ ഇങ്ങനെ തിരിച്ചു പിടിച്ചിട്ട് തന്നെ കൊണ്ടുപോവാ. എന്നിട്ട് അവിടുന്ന് രണ്ട് കൈകളും തിരിച്ചു പിടിക്കുക. എന്നിട്ട് റൈറ്റ് കൈ അവിടെ തന്നെ വെക്കുക, ലെഫ്റ്റ് കൈ മാത്രം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. റൈറ്റ് കൈ അനങ്ങാതെ അവിടെ തന്നെ വെക്കുക. മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലാവുന്നില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്തൊന്ന് കണ്ടു നോക്കിയാൽ മതി. ഈ ഒരു പോർഷൻ മാത്രം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കിയാൽ മതി, മനസ്സിലാവും. സിമ്പിൾ ആണ്. അപ്പൊ അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മളെ റൈറ്റ് കൈ എടുത്ത് ഇവിടെ ഇങ്ങനെ കൊണ്ടുവരിക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക. അപ്പൊ ലെഫ്റ്റ് കൈ നമ്മൾ ഇവിടെ ഇങ്ങനെ വെക്കുക. കാലുകൾ നമ്മൾ നേരത്തെ വെച്ചില്ല, അതുപോലെ തന്നെ മടമ്പിൽ കുത്തി വെച്ചാൽ മതി. അപ്പൊ റൈറ്റ് കൈ ഇവിടെ വെക്കുക, ലെഫ്റ്റ് കൈ ഇവിടെ നിന്ന് എടുത്തിട്ട് ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ചെയ്യാം, ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് നേരെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവാ. എന്നിട്ട് ഇങ്ങനെ പിടിക്കുക. പക്ഷെ നമ്മൾ റൈറ്റ് സൈഡിലേക്കല്ല നോക്കേണ്ടത്, അപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുക. ശേഷം നമ്മൾ ലൈൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഞാനായി ജ്വലിപ്പിച്ചുണർത്തിയോ, അതും ജസ്റ്റ് ഇങ്ങനെ കാണിക്കാം. എന്നെ രണ്ട് കൈയും ഇങ്ങനെ പിടിക്കുക. എന്നെ ഞാനായി, പിന്നെ ജ്വലിപ്പിച്ചുണർത്തിയോ. ജസ്റ്റ് രണ്ട് കൈകളും ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വിടത്തി പിടിക്കാൻ, ഇങ്ങനെ കാണിക്കാം. ജസ്റ്റ് ഇങ്ങനെ കാണിക്കാം. ജ്വലിപ്പിച്ചുണർത്തിയോ. പിന്നെ അഗ്നിയെ പോലെ എന്ന് പറയുമ്പോൾ നമ്മൾ കാലെടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുക. എന്നിട്ട് ഇങ്ങനെ കാണിക്കുക. ജസ്റ്റ് രണ്ട് കൈകൾ ഇങ്ങനെ ഒന്ന് ഒഴുക്കി കൊടുക്കുക. അഗ്നി പോലും അവിശ്വസിച്ചെങ്കിലും. ജസ്റ്റ് ഈ രണ്ട് കൈകൾ നമ്മുടെ നെറ്റിയിലേക്ക് കൊണ്ടുപോവുക. തിരിച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ കാണിക്കാം. ഇങ്ങനെ വന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ കാണിക്കാം. പിന്നെ കോസല രാജകുമാര, കോസല രാജകുമാര എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഉയർത്തിയിട്ടൊന്നും പിടിക്കണ്ട. ജസ്റ്റ് നമ്മുടെ നെഞ്ചിന് നേരെ തന്നെ, രണ്ട് കൈകളും നെഞ്ചിന് നേരെ തന്നെ ഇങ്ങനെ പിടിച്ചാൽ മതി. കോസല രാജകുമാര. അതിനുശേഷം രാജകുമാര എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ മുഴുമണ്ഡലത്തിൽ ഒന്ന് ഇരിക്കുക. ജസ്റ്റ് കാലുകൾ ഇങ്ങനെ ഉയർത്തിയിട്ട് ഇങ്ങനെ ഒന്ന് ഇരുന്ന് കൊടുക്കുക. അപ്പൊ നമ്മളിങ്ങനെ തൊഴുതി പിടിക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, റൈറ്റ് കാലിന്റെ മുട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തറയിലേക്ക് ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുക. പിന്നെ എന്താണ്, എന്നുമാ സങ്കൽപ്പ എന്ന് കാണിക്കാൻ ജസ്റ്റ് രണ്ട് കൈ ഇങ്ങനെ കാണിക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് നമ്മൾ അങ്ങോട്ട് നോക്കുക. എന്നിട്ട് ഒന്ന് കണ്ണടയ്ക്കുക. എന്നുമാ സങ്കൽപ്പ. പിന്നെ പാദ പത്മങ്ങളിൽ ജസ്റ്റ് ഒന്നുകിൽ ഇങ്ങനെ പിടിച്ചിട്ട് താഴേക്ക് തൊടാം, എന്നിട്ട് കണ്ണിൽ വെക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ തന്നെ പിടിച്ചിട്ട് തൊട്ടിട്ട് ഒന്ന് കണ്ണിൽ വെക്കാം. പാദപത്മങ്ങളിൽ തല ചായ്ച്ചു വെച്ച്. അപ്പൊ തല ചായ്ച്ചു വെച്ചെന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയാ, നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിന് എണീക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു തല ചായ്ച്ചു വെച്ചേ ഉറങ്ങിയുള്ളൂ എന്നുള്ള സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ലെഫ്റ്റ് കാലെടുത്ത് മുമ്പിൽ ഇങ്ങനെ വെക്കണം. അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിന് നമുക്ക് പെട്ടെന്ന് എണീക്കാൻ പറ്റില്ല. തല ചായ്ച്ചു വെച്ചേ ഉറങ്ങിയുള്ളൂ. പിന്നെ സീത ഉറങ്ങിയുള്ളൂ. നേരത്തെ കാണിച്ചില്ലേ ഈ ഒരു മുദ്ര, ആ ഒരു മുദ്ര ഇവിടെ പിടിക്കുക. നെഞ്ചിന് നേരെയായിട്ട് പിടിക്കുക. നമ്മുടെ ലെഫ്റ്റ് കൈ ഇവിടെ ഇങ്ങനെ പിടിക്കുക. ജസ്റ്റ് താഴോട്ട് നോക്കുക, എന്നിട്ട് മുകളിലോട്ട് നോക്കുക. സീത ഉറങ്ങിയുള്ളൂ. പിന്നെ നെക്സ്റ്റ് എന്താ പറയാ, ഇവിടെ കുറച്ച് ലൈൻസുകൾ വരുന്നുണ്ട്. പക്ഷെ ആ ലൈൻസുകൾ ഞാൻ എടുത്തിട്ടില്ല, കാരണം ഈ ഒരു പാട്ട് ഒരു 6-7 മിനിറ്റോളം ഉണ്ട്. അതുകൊണ്ട് നടുക്ക് വരുന്ന കുറച്ച് ലൈൻസുകൾ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ശംഖിന്റെ ഒരു സൗണ്ട് വരുന്ന ഒരു മ്യൂസിക് ആണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത്. അപ്പൊ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ കൈ ഇങ്ങനെ പിടിക്കുക, ലെഫ്റ്റ് കൈ ഇങ്ങനെ പിടിക്കുക, റൈറ്റ് കൈ ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ അടച്ചു പിടിക്കുക. എന്നിട്ട് ഈ റൈറ്റ് കൈ ഉണ്ടല്ലോ ലെഫ്റ്റ് കൈയുടെ ഇവിടെ ഇങ്ങനെ കൊണ്ടുവരിക. എന്നിട്ട് ഇങ്ങനെ ചെയ്യാം. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഈ കാലുകളിൽ ഇങ്ങനെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. ഈ കാലുകൾ ഇങ്ങനെ റൈറ്റ് കാല് നമ്മൾ ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്തിട്ട് എണീക്കാം. ജസ്റ്റ് കാലുകളിലേക്ക് ഒന്ന് എണീക്കുക. എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കാണിക്കുക. ജസ്റ്റ് നമുക്ക് ബാക്കിലോട്ട് ബെൻഡ് ചെയ്യാൻ പറ്റും, ബെൻഡ് ചെയ്യാം, അല്ല കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ കഴുത്ത് മാത്രം ഇങ്ങനെ ഒന്ന് ബെൻഡ് ചെയ്തിട്ട് കാണിച്ചാലും മതി. ജസ്റ്റ് ഇങ്ങനെ കാണിക്കുക. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ തൊഴുക, എന്നിട്ട് എണീക്കുക.
ചില ആൾക്കാർക്ക് ഈ ഒരു ഇരുന്നിട്ടുള്ള സ്റ്റെപ്പൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ 2 ദിവസം ഒന്ന് മെല്ലെ മെല്ലെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മതി. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇരിക്കുക, എണീക്കുക, അങ്ങനെ ചെറുതായിട്ട് ആ ഒരു ചെറിയ രീതിയിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുന്നേറ്റ് നിന്നില്ലേ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് 1 2 3 4 ഇങ്ങനെ ചെയ്യാം. ജസ്റ്റ് റൈറ്റ് സൈഡിലേക്ക് റൈറ്റ് കാല് എടുത്തേക്കുക, ലെഫ്റ്റ് കാല് അതിന്റെ ബാക്കിൽ എടുത്തേക്കുക, പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് പോവുക, പിന്നെ റൈറ്റ് കാല് അതിന്റെ ബാക്കിലേക്ക് എടുത്ത് വെക്കുക. അതിനുശേഷം നമ്മൾ തിരികെ നടുക്ക് വന്ന് നിൽക്കുക, എന്നിട്ട് റൈറ്റ് കാല് ബാക്കിൽ വെക്കുക. ഇങ്ങനെ കറങ്ങി വരിക. നമ്മൾ ഇങ്ങനെ റൈറ്റ് കാല് ബാക്കിൽ എടുത്ത് വെക്കുക, എന്നിട്ട് ലെഫ്റ്റ് കാല് ജസ്റ്റ് ഇങ്ങനെ ചെയ്യുക, പിന്നെ റൈറ്റ് കാല് ചവിട്ടുക, പിന്നെ ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ മെല്ലെ മെല്ലെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് സ്പീഡിൽ ചെയ്യാൻ പറ്റും. എല്ലാ കാര്യങ്ങളും നമുക്ക് ആദ്യം കാണുമ്പോൾ ഡിഫിക്കൽട്ട് ആയിട്ടൊക്കെ തോന്നും, പക്ഷെ ചെയ്ത് വരുമ്പോൾ എല്ലാം സിമ്പിൾ ആണെന്ന് മനസ്സിലാവും. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് നമ്മൾ ഇങ്ങനെ കറങ്ങി വന്നതിന് ശേഷം ജസ്റ്റ് നേരത്തെ ചെയ്തില്ലേ അതുപോലെ ജസ്റ്റ് ബാക്കിലോട്ട് ഇങ്ങനെ 2-3 പ്രാവശ്യം ഒന്ന് നടക്കും. ഇനി നെക്സ്റ്റ് വരാൻ പോകുന്നത് ലാസ്റ്റ് പോർഷൻസ് ആണ്. ആനന്ദനന്ദം ആ ഒരു വരികളാണ് വരുന്നത്. അപ്പൊ അതറിയാലോ, അത് ഭയങ്കര സ്പീഡിലാണ് ആ ഒരു ലൈൻസ് പോകുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് സ്പീഡിൽ കളിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ഈ ലെഫ്റ്റ് കൈ ഇവിടെ ഇങ്ങനെ വെക്കുക, റൈറ്റ് കൈ ഇവിടെ ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് 1 2 1 2 ഇങ്ങനെ ചെയ്യാം. അത് ഞാനിപ്പോ സ്ലോയില് കാണിച്ചതാണ്, അത് സ്പീഡിലാണ് ചെയ്യേണ്ടത്. 1 2 1 2 ഇങ്ങനെ സ്പീഡിലാണ് അത് ചെയ്യേണ്ടത്. അപ്പൊ ചെയ്യുമ്പോഴേ ഞാൻ പറഞ്ഞല്ലോ, ലെഫ്റ്റ് കൈ ഇങ്ങനെ റൈറ്റ് കൈ ഇങ്ങനെ, എന്നിട്ട് അങ്ങോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് നീട്ടുമ്പോൾ ഇങ്ങനെ പിടിക്കുക, വീണ്ടും തിരിച്ചു കൊണ്ടുവരിക, വീണ്ടും റൈറ്റ് സൈഡിലേക്ക് നീട്ടുക, തിരിച്ചു കൊണ്ടുവരിക. അപ്പൊ കാലുകള് റൈറ്റ് കാലെടുത്ത് വെക്കുക, ലെഫ്റ്റ് കാല് അതിന്റെ ബാക്കിലായിട്ട് വെക്കുക, വീണ്ടും റൈറ്റ് കാലെടുത്ത് വെക്കുക, ലെഫ്റ്റ് കാല് അതിന്റെ ബാക്കിലായിട്ട് വെക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ ശേഷം അവിടെ നിന്നിട്ട് തന്നെ 1 2 എന്ന് ചെയ്യാം. ഇങ്ങനെയാണ് മുകളിലേക്ക് കൈകൾ ഉയർത്തുക, പിന്നെ താഴെ കൊണ്ടുവരിക. എന്നിട്ട് അതിനുശേഷം നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കും സെയിം സ്റ്റെപ്പ് ചെയ്യാം. 1 2 എന്നിട്ട് അവിടെ നിന്നിട്ടും 1 2 എന്ന് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ലെഫ്റ്റ് കൈയിൽ നമ്മൾ ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ഇവിടെ ഈ സൈഡിലല്ല ഇവിടെ ഇങ്ങനെ പിടിക്കുക, മുമ്പിലേക്ക് പിടിക്കുക, ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് നമ്മുടെ റൈറ്റ് കാല് നമ്മൾ ലെഫ്റ്റ് കാലിന്റെ ബാക്കിലായിട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഇങ്ങനെ കറങ്ങിയില്ലേ, അതുപോലെ നമ്മൾ ഈ ഒരു കാല് വെച്ച് സൈഡിലേക്ക് നടക്കുകയാണ് വേണ്ടത്. അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യണം, 1 2 3 4. നമ്മൾ കൈകൾ എന്താണെന്ന് വെച്ചാല് ആദ്യം നമ്മുടെ റൈറ്റ് കൈ എടുത്ത് ഇങ്ങനെ പിടിക്കുക, പിന്നെ ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ ചെയ്യുക, പിന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കുക. മനസ്സിലായോ? 1 2 3 4. അതിനുശേഷം തിരിച്ച് അങ്ങോട്ടേക്ക് പോവുക. അപ്പൊ ഈ കൈ നമ്മൾ ഇവിടെ വന്നില്ലേ, റൈറ്റ് കൈ ഇവിടെ വന്നില്ലേ, അപ്പൊ ലെഫ്റ്റ് കൈ എടുക്കുക, പിന്നെ 1 2 3 4 അങ്ങനെ ചെയ്യാം. അപ്പൊ നമ്മൾ കാലുകൾ മാറ്റമൊന്നും വേണ്ട കേട്ടോ, നമ്മൾ ഇങ്ങനെ പോയില്ലേ അതേ സെയിം ലെഗ് വെച്ചിട്ട് തന്നെ ഇങ്ങോട്ടേക്കും നടന്നാൽ മതി. അല്ല അതിനിടക്ക് റൈറ്റ് കാലെടുത്ത് വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് നടക്കാനൊന്നും നിൽക്കണ്ട, സെയിം കാലിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ മതി. ഇതിന് ശേഷം വരുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം നമ്മളൊന്ന് കറങ്ങണം. അപ്പൊ കറങ്ങുമ്പോൾ നമ്മൾ നേരത്തെ പിടിച്ച പോലെ തന്നെ നെഞ്ചിന് നേരെ ഇങ്ങനെ പിടിക്കുക, മുകളിലേക്ക് ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ നീട്ടുക. നീട്ടും പറയാലോ, ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ ഒന്ന് കറങ്ങുക, എന്നിട്ട് ഒന്നുകൂടി കറങ്ങുക, 2 തവണ ഇങ്ങനെ കറങ്ങുക, എന്നിട്ട് 1 2 3 1 2 3 ഇങ്ങനെ ചെയ്യാം. അതെങ്ങനെയാണ്, നേരത്തെ നമ്മൾ ചെയ്തില്ലേ, നേരത്തെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ കാലുകൾ ചെയ്തില്ലേ, അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. 1 2 3 1 2 3 ഇങ്ങനെയാണ് കാലുകൾ ചെയ്യേണ്ടത്. അപ്പൊ കൈകൾ എങ്ങനെയാണെന്ന് നോക്കാം. കൈകൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈ കൈ ഇവിടെ തന്നെ വെച്ചാൽ മതി, ഈ കൈ മുകളിലായിട്ട് വെക്കുക, എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുക, എന്നിട്ട് ഇവിടെ കൊണ്ടുവരിക, എന്നിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് ഇവിടെ കൊണ്ടുവരാം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിക്കുക, 2 കൈകളും ഇങ്ങനെ കാണിക്കുക, അത്രയേ ഉള്ളൂ. അപ്പൊ എങ്ങനെയാണ്, 1 2 3 1 2 3 ഇങ്ങനെ വരും. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ റൈറ്റ് സൈഡിലേക്ക് വന്നിട്ട് ഇങ്ങനെ ചെയ്യാം. അതായത്
നമ്മൾ കൈകൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൊണ്ടുപോവുക. കൈകൾ സ്റ്റെപ്പ് ഇതേ ഉള്ളൂ, ഇങ്ങനെ കൊണ്ടുപോവുക. അപ്പൊ കാലുകൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉയർത്തി കൊടുക്കുക, റൈറ്റ് കാല്, എന്നിട്ട് അങ്ങോട്ടേക്ക് നടക്കുക. ഇങ്ങനെ ഒന്ന് നടക്കുക. എന്നിട്ട് അവിടുന്ന് 1 2 കൈകൾ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. കാലുകൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉയർത്തി കൊടുക്കുക. അതുപോലെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ചെയ്യാം. ജസ്റ്റ് ഇങ്ങനെ പോവുക, എന്നിട്ട് 1 2 ഇങ്ങനെ ചെയ്യാം. പിന്നെ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കൈകൾ ഞാൻ ആദ്യം കാണിച്ചു തരാം. കൈകൾ 2 കൈകളും നെഞ്ചിന് നേരെ ഇവിടെ വെക്കുക. എന്നിട്ട് മുകളിൽ കൊണ്ടുപോവുക. എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവരിക. നമ്മൾ ആദ്യം റൈറ്റ് സൈഡിലേക്ക് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് അവിടേക്ക് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ലെഫ്റ്റ് സൈഡും ചെയ്യണം. ലെഫ്റ്റ് സൈഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുക, ചെറുതായിട്ട് അങ്ങോട്ടേക്കൊന്ന് ചെരിയുക. എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുക. അപ്പൊ കാലുകളുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നേരത്തെ കാണിച്ചില്ലേ, അതുപോലെ സെയിം തന്നെയാണ്. ജസ്റ്റ് റൈറ്റ് സൈഡിലേക്ക് നടക്കുക, പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് നടക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്തില്ല അതുപോലെ തന്നെ 2 തവണ കറങ്ങുക, ഇത് ചെയ്യാം. അതിനുശേഷം വരുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് 2 കൈകളും ഇങ്ങനെ വെക്കുക, നെഞ്ചിന് നേരെ വെക്കുക. എന്നിട്ട് മുന്നിലേക്ക് നീട്ടുക. മുന്നിലേക്ക് നീട്ടുമ്പോൾ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് സൈഡിലേക്ക് കൊണ്ടുപോവുക. എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവരിക, ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരിക. അതുപോലെ ലെഫ്റ്റ് കൈ മുന്നിലേക്ക് നീട്ടുക, സൈഡിലേക്ക് നീട്ടുക, തിരികെ ഇങ്ങനെ കൊണ്ടുവരിക. അപ്പൊ കാലുകളുടെ സ്റ്റെപ്പ് നേരത്തെ ചെയ്ത സ്റ്റെപ്പ് തന്നെയാണ്. 1 2 3 4 സ്റ്റെപ്പ് ഇല്ലേ, അത് 1 2 3 4 1 2 3 4 ഈ ഒരു സ്റ്റെപ്പാണ് ഇവിടെയും ചെയ്യേണ്ടത്. അത് നമ്മൾ 4 തവണ, അതായത് 1 2 3 4 4 തവണ നമ്മൾ ആ സ്റ്റെപ്പ് ഇതിൽ ചെയ്യണം. കാണിച്ചു തരാം. 1 2 ഇങ്ങനെ 4 പ്രാവശ്യം ചെയ്യാം. എന്നിട്ട് അതിനുശേഷം വരുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ സൈഡിലേക്ക് 2 തവണ ഒന്ന് ജമ്പ് ചെയ്യാം. 1 2 3 4 നേരത്തെ നമ്മൾ ചെയ്തില്ലേ ആ സെയിം സ്റ്റെപ്പ് തന്നെയാണ്. നേരത്തെ നമ്മൾ ഇങ്ങനെ ജമ്പ് ചെയ്തില്ലേ ആ സെയിം സ്റ്റെപ്പ് തന്നെയാണ്. കയ്യിൽ മാത്രമേ മാറ്റുള്ളൂ. കൈ നമ്മൾ ജസ്റ്റ് മുകളിലേക്ക് കൊണ്ടുവരിക, താഴേക്ക് കൊണ്ടുപോവുക, മുകളിലേക്ക് കൊണ്ടുപോവുക, താഴേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം. അവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ കാണിക്കാം. 1 2 1 2 ഇങ്ങനെ പോവുക. 1 2 1 2 എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം. അതിനുശേഷം നമ്മൾ ബാക്കിലോട്ട് പോവാം. അപ്പൊ അത് ചെയ്യുമ്പോൾ നമ്മൾ ലെഫ്റ്റ് കാലിൽ പോവാം. 1 2 1 2 ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം. ആദ്യം നമ്മൾ ഈ സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്ക് പോവാം. പിന്നെ നമ്മൾ അതുപോലെ തന്നെ ബാക്കിലേക്കും ചെയ്യാം. റൈറ്റ് സൈഡിലേക്ക് ചെയ്യാൻ പറയില്ല, റൈറ്റ് കാല് വെച്ച് പോവാം. ബാക്കിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് കാല് വെച്ച് ചെയ്യാം. അപ്പൊ അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 2 തവണ കറങ്ങുക, 2 തവണ കറങ്ങുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്യാം. 2 തവണ കറങ്ങിയതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തില്ലേ ലെഫ്റ്റ് കാല് നോട് ചേർത്ത് ഇങ്ങനെ റൈറ്റ് കാല് വെക്കുക. എന്നിട്ട് നമ്മുടെ ഈ കൈ ഈ നെഞ്ചിന് താഴെയായിട്ട് ഇവിടെ ഇങ്ങനെ പിടിക്കുക, ലെഫ്റ്റ് കൈ ഇവിടെ ഇങ്ങനെ പിടിക്കുക. ദേവിയുടെ പോസിൽ ഇങ്ങനെ ഒന്ന് നിൽക്കുക. എന്നിട്ടൊന്ന് സ്മൈൽ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇന്നത്തെ ട്യൂട്ടോറിയൽ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ സോങ് പെട്ടെന്നൊന്നും നമുക്ക് പഠിച്ചെടുത്ത് കളിക്കാൻ പറ്റും തോന്നുന്നില്ല. കുറച്ച് ദിവസം എടുത്തിട്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ എന്താ പറയാ, നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ടാറ്റാ.